ഹായ്, ഞാൻ ലക്ഷ്മി. ഹായ്, എൻ്റെ പേര് ശിവകുമാർ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബേബി ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ AMC എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് ഈ ഡെലിവറി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വളരെ നല്ലൊരു റിവ്യൂ ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അത് കൂടാതെ ഡോക്ടർ ലിസമ്മ മാഡത്തിനെയാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഫസ്റ്റ് ബേബി എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ടെൻഷൻസും കാര്യങ്ങളും എനിക്കും വൈഫിനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മാഡത്തിനെ കൺസൾട്ട് ചെയ്തപ്പോൾ മാഡം തന്ന ഒരു എനർജി, മാഡത്തിനുണ്ടായത് നമുക്കൊരു വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര സ്മൂത്ത് ആയത്. എല്ലാ കാര്യങ്ങളും മാഡം കറക്റ്റായിട്ട് നമുക്ക് അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാഡം നമുക്ക് പറഞ്ഞു തന്നു. അത് കൂടാതെ നമുക്ക് ഇടയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയാലും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ മാഡം അതിനുള്ള ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഫിന് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിരിക്കും. അപ്പോൾ അതെല്ലാം മാഡത്തിൻ്റെ ഒരു സപ്പോർട്ടും മാഡത്തിൻ്റെ ഒരു എനർജിയും കൊണ്ടൊക്കെ നമുക്കത് കുറേ ഓവർകം ചെയ്യാൻ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യം രേഷ്മ സിസ്റ്ററെ കുറിച്ചാണ്. രേഷ്മ സിസ്റ്റർ എല്ലാ കാര്യത്തിനും ഞങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലേബർ റൂമിലേക്ക് പോകുമ്പോൾ എനിക്കാണെങ്കിലും സപ്പോർട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നു. കാരണം പുറത്തുനിന്ന് അവരകത്ത് ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ പുറത്തുനിന്ന് ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ഭയങ്കര സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലേബർ റൂമിലെ എല്ലാ സ്റ്റാഫുകളും നമ്മളോട് നല്ല രീതിയിലായിരുന്നു. കുറേയൊക്കെ നമ്മുടെ ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കാൻ അവർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. പിന്നെ വാർഡിലേക്ക് വന്നപ്പോഴാണേലും റജിമോൾ സിസ്റ്റർ ഭയങ്കര നമ്മളെ കൂളാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. ഇപ്പോൾ വൈഫ് ലേബർ റൂമിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞാനായിരുന്നു ബൈസ്റ്റാൻഡർ ആയിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ റെജിമോൾ സിസ്റ്ററും അവരുടെ ടീമും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ പിന്നെ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോൾ ഇവളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ സിസ്റ്റർ എന്നെയും പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങളാണ് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്കതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് സിസ്റ്റർ പഠിച്ചു, അമ്മ പഠിക്കുന്ന പോലെ തന്നെ അച്ഛനും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ NICUവിൽ 2 ദിവസം കുട്ടി അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പം അവിടെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് എല്ലാ കാര്യത്തിനും അവരുടെ സപ്പോർട്ട് കറക്റ്റായിട്ട് അവർ നമുക്ക് ഫീഡിങ്ങിനൊക്കെ വിളിക്കും. നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് ഡിലേ ഇല്ലാതെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഫീഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകളൊക്കെ പറഞ്ഞു തന്നു. അത് നമുക്ക് കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആകെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എങ്ങനെ ഫീഡ് ചെയ്യും, കൊച്ചെങ്ങനെ ലാച്ച് ചെയ്യും, അങ്ങനെയുള്ള. അപ്പൊ അതിനൊക്കെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു, പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. പിന്നെ ബാക്കി എല്ലാ സ്റ്റാഫുകളും, NICUവിലെ സ്റ്റാഫുകളും ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിങ്ങനെ ഇരിക്കുവാണെങ്കിൽ അവർ വന്ന് നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു പോയിന്റ് നമുക്ക് പറയേണ്ടത്, അതായത് ഇപ്പം കുട്ടിയെ NICUവിലേക്ക് മാറ്റിയപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് കരയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ നമ്മുടെ അടുത്ത് കാര്യമായിട്ട് ഒന്ന് പറഞ്ഞു, ഇത് ഓക്കെ, ഇത് അതിൻ്റെ ഒരു പാർട്ടാണ്, കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, കൂടുതൽ നന്നായിട്ട് അതിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. ബട്ട് അവളുടെ ഒരു ഫീലിംഗ് അവർക്ക് മനസ്സിലായിട്ട് അവരതിന് വേണ്ടിയിട്ട് അവളെ കുറേ നേരം അവളോട് സംസാരിച്ചു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു വലിയ സപ്പോർട്ട്. ഈവൻ എനിക്ക് പോലും ചിലപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് പെട്ടെന്ന് അവൾക്ക് അറിയാൻ തോന്നിയെന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അത് അവരുടെ ഒരു എക്സ്പീരിയൻസും അവരുടെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളെ ഒരുപാട് നമ്മളെ ആ കാര്യത്തിലൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടിരുന്ന പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുമയാണ്. മാഡം ആണെങ്കിലും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എപ്പോഴും ഈ NICUവിൽ കുട്ടിയായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ, എന്തുകൊണ്ടാണ് ഇത്ര നേരം അവിടെ വെക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള കാര്യങ്ങളെല്ലാം മാഡം വളരെ നീറ്റായിട്ട് തന്നെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ എന്തൊക്കെയാണ് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് അവിടെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കുട്ടി അവിടെ ആക്കിയത്, ഇനി എപ്പോഴാണ് റിലീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മാഡം പറഞ്ഞു തന്നു. അപ്പോൾ ഇനിയും ഫർദർ ഒരു ലോങ് ടേം റിലേഷൻ നമുക്ക് EMC ആയിട്ട് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെയുള്ള സപ്പോർട്ടാണ് EMC ഞങ്ങൾക്ക് തന്നത്. താങ്ക് യു.